ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലെ 8 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 9-ാമത്തെ ശ്ലോകം നോക്കാം. കട്വംളലവണാത്യുഷ്ണ തീക്ഷ്ണരൂക്ഷവിദാഹിന ആഹാര രാജസസ്യേഷ്ട ദുഃഖാശോകാമയപ്രദാ. കട്വ അമ്ല ലവണ അത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷ വിദാഹിനഃ. കടുത്ത ചവർപ്പും എരിവും പുളിയും ഉപ്പും ഉള്ളതും ഉഷ്ണഗുണങ്ങളും രൂക്ഷങ്ങളും അതികഠിനങ്ങളും ദാഹമുണ്ടാക്കുന്നവയുമായ ആഹാരങ്ങൾ രാജസസ്യ രാജസപ്രകൃതർക്ക് ഇഷ്ടാഹ ഇഷ്ടമുള്ളവയാകുന്നു. ദുഃഖ ശോക ആമയപ്രദ അവ ആത്യന്തികമായി ദുഃഖം അശാന്തി രോഗം ഇവ ഉണ്ടാക്കുന്നവയാണ്. രാജസ പ്രകൃതികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെ പറ്റിയാണ് പറയുന്നത്. കടുത്ത ചവർപ്പ് എരിവ് പുളി ഉപ്പ് ഇവ ഉള്ളതും ഉഷ്ണഗുണങ്ങളും രൂക്ഷങ്ങളും അതികഠിനങ്ങളും ദാഹമുണ്ടാക്കുന്നവയുമായ ആഹാരങ്ങൾ രാജസപ്രകൃതികൾക്ക് ഇഷ്ടമുള്ളവയാകുന്നു. അവ ആത്യന്തികമായി ദുഃഖം അശാന്തി രോഗം ഇവ ഉണ്ടാക്കുന്നവയാണ്. ചവർപ്പ് പുളി ഉപ്പ് എരിവ ഇവ കൂടുതലുള്ളതും കടുത്ത ചൂടും രൂക്ഷമായ മസാലക്കൂട്ടുകളും കഠിനമായ ദാഹത്തെ ഉണ്ടാക്കുന്നതുമായ ഭക്ഷണങ്ങളാണ് രാജസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നത്. ഇത്തരം ഭക്ഷണങ്ങൾ ശരീരത്തിന് ഹാനികരമായി തീരുകയും ക്രമേണ രോഗങ്ങൾക്കും അതുവഴി ദുഃഖത്തിനും അശാന്തിക്കും ഇടവരുത്തുകയും ചെയ്യും. ഇതൊക്കെ എത്രയോ കാലം മുമ്പ് ഗീത രചിച്ച കാലത്ത് തന്നെ ഇതെല്ലാം ദീർഘദൃഷ്ടിയോടെ കണ്ട നമ്മുടെ ഋഷിവര്യന്മാരെ നമിക്കുക തന്നെ വേണം. ഈ കാലത്തിന് ഏറ്റവും യോജിച്ച കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒരു കാലത്ത് നമ്മുടെ വീടുകളിലെ ഭക്ഷണം സാത്വികമായിരുന്നു. ഇന്നാകട്ടെ ഹോട്ടൽ ഭക്ഷണം ശീലമാക്കി എല്ലാവരും രാജസീകമായ ഭക്ഷണം കഴിച്ച് രാജസ സ്വഭാവികളായി രോഗത്തിനും ദുഃഖത്തിനും അടിപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇക്കൂട്ടർ ചിന്താശീലരോ ലോകനന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരോ ആയിരിക്കില്ല. ഇന്ന് നമ്മുടെ പാരമ്പര്യ ഭക്ഷണ സംസ്കാരത്തെ ചില വൈദേശിക ഭക്ഷണ രീതികൾ അടിമപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഒരുതരം സാംസ്കാരിക അധിനിവേശം തന്നെയാണ്. ക്രമേണ നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കുകയാണ് ഇവ ചെയ്യുന്നത്. കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചായിരിക്കും ഒരുവൻ്റെ സ്വഭാവം. ഇന്ദ്രിയ തൃപ്തിയാണ് ഈ കൂട്ടരുടെ ലക്ഷ്യം, ഈ രാജസ സ്വഭാവികളുടെ ലക്ഷ്യം. രസം, സ്വാദ്, ലഹരി, സുഖം, കൂടുതൽ സുഖം, ഇത് മാത്രമാണ് ചിന്ത. അതിനായി ധാർമ്മികതയിൽ നിന്നും അല്പം വ്യതിചലിക്കുവാനും അവർക്ക് മടി ഉണ്ടാവുകയില്ല. എന്നാൽ ജനമധ്യത്തിൽ അവർ ഊർജ്ജസ്വലരായും മാന്യന്മാരായും കണക്കാക്കപ്പെടും. സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരാകും. അതിനായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും അവ നേടുകയും ചെയ്യുന്നവരാകും. അതാണല്ലോ രാജസ സ്വഭാവികളുടെ പ്രത്യേകത. പക്ഷേ ജീവിതത്തിലെ ഈ ഭക്ഷണക്രമം മൂലം ഈ ജീവിത ശൈലി മൂലം ക്രമേണ അവർ രോഗങ്ങൾക്ക് അടിപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ രാജസ സ്വഭാവികളുടെ ഭക്ഷണ രീതിയെപ്പറ്റിയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ വിവരിച്ചത്.
അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.